ശ്രീ സാബു ജേക്കബ്, എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ? എന്തുകൊണ്ട് ബി ജെ പി? ഇതുവരെ ബി ജെ പിയെ തള്ളിപ്പറഞ്ഞിരുന്ന ഒരാളല്ലേ താങ്കൾ? ഞാൻ ആദ്യമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു വ്യവസായിയാണ്. എന്നെ വ്യവസായിയായിട്ടാണ് ആളുകൾ അറിയപ്പെടുന്നത്. ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ടുണ്ടായ സാഹചര്യങ്ങളുണ്ട്. കാരണം ഈ കേരളം LDFും UDFും മാറി മാറി ഭരിച്ച് ഓരോ ദിവസവും പുറകോട്ട് നയിക്കുന്ന ഒരു സാഹചര്യം വന്നു. അത് കൂടാതെ ആളുകളുടെ കഷ്ടപ്പാട്, ഞങ്ങൾ ഇതുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ ഞങ്ങൾ ഒരുപാട് കണ്ടു. അങ്ങനെയുള്ള കുടുംബങ്ങളെ കണ്ടു. ഒരു നല്ലൊരു വീടിന് വേണ്ടിയിട്ട് കൊതിക്കുന്ന ആളുകളെ കണ്ടു. കൊച്ചു കുട്ടികൾ അല്പമെങ്കിലും വയറ് നിറയ്ക്കാൻ കഷ്ടപ്പെടുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ വ്യവസായികളുടെ ജോലി രാഷ്ട്രീയമായിട്ട് ബന്ധമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കിയൊരു സത്യം, ഇവിടെ ഈ മാറി മാറി ഇടതും വലതും വന്ന് ഈ 5 വർഷം കൊണ്ട് പരമാവധി ഈ രാജ്യത്തെ ഈ നാടിനെ കൊള്ളയടിച്ച് സമ്പാദിക്കുക എന്നതിനേക്കാൾ ഉപരി വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാടിന്റെ വികസനം ഉറപ്പാക്കിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാക്കാം. അപ്പോൾ ഈ കേരളം നശിപ്പിച്ചവരെ പറ്റി അവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ഞാൻ വ്യക്തമായിട്ട് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇനിയായാലും അത് തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ താങ്കൾ പറഞ്ഞ മാതിരി BJP കേരളത്തിനെ സംബന്ധിച്ച് ഒരു പിക്ചറിൽ വരുന്നൊരു പാർട്ടിയല്ല. കാരണം നേരിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഇവിടുത്തെ ഭരണവുമായിട്ട് വന്നിട്ടില്ല. അങ്ങനെ അവരെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യവും എനിക്ക് വന്നിട്ടില്ല. പക്ഷെ താല്പര്യപ്പെട്ടിട്ടില്ലല്ലോ. താങ്കളോട് പലപ്പോഴും പലരും ചോദിച്ചിട്ടുള്ളതാണ് BJPയുമായി താങ്കളുടെ ബന്ധം എങ്ങനെയാണ്. പിന്നെ താങ്കൾ ചർച്ച നടത്തി എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നപ്പോഴും താങ്കൾ അതിനെ തള്ളിപ്പറഞ്ഞിരുന്നു. എനിക്ക് അങ്ങനെ ബന്ധമില്ല, അങ്ങനെ ഞാൻ ഒരിടത്തും പോയിട്ടില്ല എന്ന്, അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന്. പിന്നെ പെട്ടെന്ന് എങ്ങനെ ഈ ഒരു തീരുമാനം? ഇവിടെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, 14 വർഷമായി ഞാൻ ഈ നാടിനെ സേവിക്കാൻ തുടങ്ങിയിട്ട്. ഈ 14 വർഷത്തിനുള്ള ഒരിക്കൽ പോലും ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുമില്ല. താങ്കൾക്ക് വിളി വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായിട്ട് ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും VD സതീശനും കൂടി 3 മണിക്കൂർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. CPMന്റെ ജില്ലാ നേതൃത്വത്തിലെ മുൻ നേതാക്കന്മാരടക്കം 5 പേര്, മുൻ ജില്ലാ മേധാവികളടക്കം, ഇവരെല്ലാവരും 5ഓ 6ഓ പ്രാവശ്യം വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് പോയില്ല? ഞങ്ങളുടെ സമീപനം അല്ലെങ്കിൽ അവരുടെ ആശയവുമായിട്ട് ഞങ്ങൾക്ക് യോജിച്ച് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു നിലപാടാണ് എടുത്തത്. അപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പലരും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചു. ഇത് BJPയുടെ B ടീമാണ്, BJPയുമായിട്ട് ചർച്ച നടത്തി. എന്നാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ഇതുവരെ ഒരു BJP നേതാക്കന്മാരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.